ഹലോ എവരി വൺ ആൻഡ് വെൽക്കം ടു കണ്ടന്റ് വിത്ത് കാഴ്സ്. ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ റെനോ ഡസ്റ്റർ ആണ്. ഇൻ ഇന്ത്യയിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഡസ്റ്റർ ഓടിക്കാൻ ബാക്കിയെന്ന് തോന്നുന്നു. റെനോയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മോഡലാണ് ഇന്ത്യയിലത്തെ ആൻഡ് ഐ കുഡ് നോട്ട് ഡ്രൈവ് ഇറ്റ് ഏർലിയർ. റെനോക്കാർ തന്നെയാണ് അതിന് കാരണം. ഞാൻ അവരുടെ ഡ്രൈവിന് പോകാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ സ്കോഡയുടെ ആയിട്ട് ഡേറ്റ് ക്ലാഷ് ഉണ്ടായിരുന്നു. കുഷാക്ക് ഫേസ് ലിഫ്റ്റ് ഇറങ്ങിയ സമയത്ത് നമ്മൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞാണ് നമ്മൾ സ്കോഡ ഡ്രൈവ് ഉണ്ട്, അപ്പോൾ അത് കാരണം ഡേറ്റ് ഒന്ന് മാറ്റി തരികയാണെങ്കിൽ ഇതിന് വരാമെന്നുള്ളത്. പക്ഷേ അപ്പോൾ അവർ പറഞ്ഞു അല്ലല്ല, നമ്മുടെ ഡേറ്റ്സ് വേറെ അവൈലബിൾ അല്ല, മറ്റേത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തല്ലേ കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ വാക്കാണ് ഇമ്പോർട്ടൻറ്റ്. ഓൾറെഡി ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞു ആൻഡ് ദേ ഓൾറെഡി ബുക്ക് ദ ടിക്കറ്റ്സ് ആൻഡ് എവരിത്തിങ്. ഇയാളത് പറയാൻ പാടില്ല, കാരണം ഇയാൾ ഇതുപോലൊരു സ്ഥാനത്ത് ഇരിക്കുന്നതാണ്. നമ്മൾ ഒരു കമ്പനിക്ക് കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ട് നമ്മൾ ചെന്നില്ലെങ്കിൽ ഉണ്ടാവുന്ന നഷ്ടം പുള്ളിക്ക് ഊഹിക്കാവുന്നുള്ളൂ. എനിവേ അങ്ങനെ സംഭവിച്ച്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വണ്ടി സമയത്തിന് ഓടിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഓടിക്കായിരുന്നു, ഡീലറോടൊന്ന് വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ ഐ തോട്ട് കുറച്ച് കാലം കഴിയട്ടെ എന്നുള്ളത്. പക്ഷേ കഴിഞ്ഞ കുറേ നാളായിട്ട് കമൻറ്റ് സെക്ഷനിൽ മുഴുവൻ ഡസ്റ്ററിനെ കുറിച്ചാണ്. ഈ വണ്ടിക്ക് ഇത്രയും ഫാൻസ് ഉണ്ടെന്നുള്ളത് നമ്മൾ അപ്പോഴാണ് അറിയണത്. ഡസ്റ്റർ എന്താ ചെയ്യാത്തത്, ഡസ്റ്റർ എന്ന് ചെയ്യും, ഡസ്റ്ററിലെ ടെക്ടോണെങ്കിലും ചെയ്യോ, ഇത് രണ്ടും ചെയ്യാത്തത് എന്തുകൊണ്ടാണ്, ഈ കമ്പനി പൂട്ടിപ്പോണോണ്ടാണോ എന്ന് വരെ ചോദിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി അധികം വെച്ച് താമസിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് വി ആർ ഡൂയിങ് ഇറ്റ് നൗ. ആൻഡ് ഇന്നാണ് ഞാനിത് ആദ്യമായിട്ട് ഓടിക്കണത്. ഇപ്പോൾ ഇത് ഓടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അവന്മാരുള്ള ദേഷ്യം ഒന്നുകൂടിയും കൂടി. കാരണം ഇറ്റ്സ് സച്ച് എ ഗുഡ് കാർ. ഇത്രയും നല്ല വണ്ടിയാണല്ലോ അവന്മാർ എനിക്ക് ഓടിക്കാൻ തരാണ്ടിരുന്നതെന്നുള്ളതാണ്. ദുഷ്ടരാന്നേ, അവന്മാരുടെ പേരാ വണ്ടി കിട്ടേക്കുന്നത്. എന്തായാലും നമുക്ക് ഡസ്റ്റർ എന്താണെന്നുള്ളത് നോക്കാം. ദിസ് ഇസ് ദ തേർഡ് ജനറേഷൻ ഓഫ് ദ ഡസ്റ്റർ. നമുക്ക് ഫസ്റ്റ് ജനറേഷൻ ഇന്ത്യയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. 2010 ഇൻ്റർനാഷണലി അത് ഇറങ്ങുന്നത്. ഇറ്റ് വാസ് എ ഡാച്ചിയ, റൊമേനിയൻ ബ്രാൻഡാണ്. ലോഗൻ്റെ അണ്ടർപിന്നിങ്സ് ഒക്കെ ഉപയോഗിച്ച് ഒരു ഡെവലപ്പിംഗ് മാർക്കറ്റിനൊക്കെ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒരു റോബസ്റ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയായിട്ടാണ് ആ ഒരു വണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. റെനോ ടുക്ക് ദാറ്റ് കാർ ആൻഡ് മെയ്ഡ് ഇറ്റ് ദെയർ ഓൺ. അവർ റെനോ ഡസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്തു. ഓൾസോ നിസാൻ മെയ്ഡ് എ വേർഷൻ ഓഫ് ദയേഴ്സ്. അവരതിനെ ടെറാനോ എന്ന് വിളിച്ചു. അങ്ങനെ ഒരു വണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് ജനറേഷൻ അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയിൽ വന്നില്ല. അത് ഫസ്റ്റ് ജനറേഷൻ്റെ ഒരു എവല്യൂഷൻ പോലത്തെ ഒരു സ്റ്റൈലിംഗ് ആയിരുന്നു. കുറച്ചും കൂടി ഒരു ബ്ലോട്ടഡ് ഒരു ഡിസൈൻ ആയിരുന്നു. തേർഡ് ജനറേഷൻ റിയലി ലുക്സ് ദ പാർട്ട്. നമുക്കിപ്പോൾ ഈ ഒരു സ്റ്റൈലിങ്ങിലുള്ള ഈ ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്. 3 ജനറേഷനും നല്ല രീതിയിൽ വിറ്റിട്ടുണ്ട്. പല രാജ്യങ്ങളിലും വമ്പൻ ഹിറ്റാണ്. പലയിടത്തും പോലീസ് കാറായിട്ടൊക്കെ യൂസ് ചെയ്യണതാണ്. ഡസ്റ്ററിൻ്റെ കാര്യത്തിലൊന്നും ആരും ഷാസി കോഡൊന്നും വെച്ച് അത്ര ബോധർ ചെയ്യാറില്ല. പക്ഷേ ഫസ്റ്റ് ജനറേഷൻ വാസ് കോൾഡ് ദ HS, സെക്കൻഡ് ജനറേഷൻ വാസ് കോൾഡ് ദ HM. അപ്പോൾ അതുകൊണ്ട് തേർഡ് ജനറേഷൻ എന്തായിരിക്കും വിളിക്കുക? നോ, ഇറ്റ്സ് കോൾഡ് P1310. അതായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനത്തെ ഒരു പേരിലാണ് ഈ ഒരു ഷാസി അറിയപ്പെടുന്നത്. ഇതിൻ്റെ പ്ലാറ്റ്ഫോം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഗ്ലോബൽ കാറിൻ്റെ പ്ലാറ്റ്ഫോമിലല്ല ഇന്ത്യൻ കാർ ഉണ്ടാക്കിയത്. ഇൻ്റർനാഷണൽ ഡസ്റ്ററുകൾക്കൊക്കെ CMFB എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത്. അതായത് നിസാൻ്റെയും റെനോൻ്റെ ആ ഒരു കോമൺ മോഡുലാർ ഫാമിലി CMF, അതിൽ തന്നെ B എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിലുള്ള ആ ഒരു പ്ലാറ്റ്ഫോമാണ്. റെനോ ക്ലിയോ, നിസാൻ ജ്യൂക്ക്, നിസാൻ കിക്സ്, അല്ലെങ്കിൽ റെനോ ആർക്കാണാവോ ആ വണ്ടിക്ക് ഉണ്ടാക്കുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഇൻ്റർനാഷണൽ വണ്ടി ഉണ്ടാക്കിയേക്കുന്നത്. അതിൻ്റെ തന്നെ LS എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. LS എന്ന് പറയുന്നത് ലോ സ്പെസിഫിക്കേഷൻ ആണ്. കുറച്ചും കൂടി ഡെവലപ്പിംഗ് മാർക്കറ്റ് സ്പെക്കിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്ലാറ്റ്ഫോം. അതായത് ജോഗർ അല്ലെങ്കിൽ സാൻഡേറോ അല്ലെങ്കിൽ റെനോ ലോഗൻ ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഇൻ്റർനാഷണൽ വണ്ടി ഉണ്ടാക്കിയേക്കുന്നത്. ഇതുണ്ടാക്കിയത് റെനോയുടെ RGMP എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ്. അതായത് റെനോ ഗ്ലോബൽ മോഡുലാർ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന. ഗ്ലോബൽ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അടിപൊളിയാണെന്ന് വിചാരിക്കേണ്ട, മറ്റേതുപോലെയൊക്കെ തന്നെയാണ്. കുറേ കൂടി ഡെവലപ്പിംഗ് മാർക്കറ്റ് സ്പെക്കാണ്. ഇതിലുണ്ടാക്കിയ വണ്ടികൾ റെനോ കാർഡിയാൻ, റെനോ ബോറിയാൽ എന്നൊക്കെ പറയുന്ന വണ്ടികളാണ്. കേട്ടിട്ടില്ലല്ലോ? അതാണ് ശരിക്കും ഇതൊരു ഇലക്ട്രിഫിക്കേഷനും ഹൈബ്രിഡൈസേഷനും ഒക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പോലത്തെ ഒരു പ്ലാറ്റ്ഫോമാണ്. ഗൂഗിളൊക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ സോഫ്റ്റ്വെയർ എൻ്റെ ഒക്കെ വളരെ അടിപൊളിയായിട്ടൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ വേറെ കുറേ വണ്ടികളൊക്കെ ഇതിലുണ്ടാവും. ഈ ഒരു വണ്ടിയിൽ തന്നെ ഇവരിതിൻ്റെ കുറേ കൂടിയും സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നുണ്ട്. സോ ഈ ഒരു ഡസ്റ്ററിന് തന്നെ ഇതിൻ്റെ ബിഗ്സ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ തന്നെ 7 സീറ്റർ കുറേ കൂടിയും വലിപ്പമുള്ളൊരു വണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പിക്കപ്പും വരുന്നുണ്ട്. ആ ഒരു നയാഗ്ര കോൺസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് വിൽ സ്പോൺ ഇൻ ടു എ പ്രൊഡക്ഷൻ വേർഷൻ. ഓൾറെഡി നിസാൻ ഇത് ടെക്ടോൺ എന്ന് പറഞ്ഞുകൊണ്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ യു നോ ദിസ് ഇസ് ഗോയിങ് ടു ബി എ പ്ലാറ്റ്ഫോം ഫോർ മോസ്റ്റ് ഓഫ് ദ അതർ മാർക്കറ്റ്സ്. ഇന്ത്യൻ ഡസ്റ്റർ പുറത്തുള്ള ഡസ്റ്ററിനേലും 50 mm ഹൈറ്റ് കൂടുതലുണ്ട്. അത് ബേസിക്കലി റൂഫിൻ്റെ ഹൈറ്റാണ് അവർ കൂട്ടിയേക്കുന്നത്. 40 mm ഓളം ഈ ഒരു പില്ലേഴ്സിൻ്റെ അവിടെയായിട്ട് കൂട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ടു അക്കോമഡേറ്റ് ദ സൺറൂഫ്. അതിനനുസരിച്ച് ഹെഡ് റൂം കിട്ടാൻ വേണ്ടിയിട്ട് അവരങ്ങനെ മാറ്റിയതാണ്. ഡൈമെൻഷനലി ഇറ്റ്സ് കമ്പയറബിൾ ടു മോസ്റ്റ് കാർസ് ഇൻ ഇറ്റ് സെഗ്മെന്റ്. 4.3 മീറ്ററിൻ്റെ അടുത്ത് ലെങ്ത് ഉണ്ട്. അതുപോലെ വിഡ്ത്ത് 1813 mm ഉണ്ട്. ഹൈറ്റ് ഏകദേശം 1659 mm ഉണ്ട്, വിച്ച് ഈസ് ഓൺ പാർ വിത്ത് ദിസ് സെഗ്മെന്റ്. അതുപോലെ ഫ്രണ്ട് അപ്രോച്ച് ആംഗിൾ 26.9 ഡിഗ്രീസും റിയർ ഡിപ്പാർച്ചർ ആംഗിൾ 34.7 ഡിഗ്രീസും ആണ്.
ഗ്രൗണ്ട് ക്ലിയറൻസ് 212 mm അടുത്തുണ്ട്. ഓൾ വീൽ ഡ്രൈവ് വേർഷൻ ഇപ്പോൾ കറൻ്റ്ലി പ്ലാനിലൊന്നുമില്ല. ഇറ്റ് ക്യാൻ ടേക്ക് ആൻ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം. ഇതിൻ്റെ ഉള്ളിൽ ഫ്ലോർ പാനൊക്കെ ഏതാണ്ട് അതുപോലെയാണ് ഉണ്ടാക്കിയാണ്. പക്ഷേ അറ്റ് ദ മൊമെൻറ്റ് അവർ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഹൈബ്രിഡും വിൽ ടേക്ക് സം ടൈം. അടുത്ത സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ കഴിഞ്ഞിട്ടേ ചിലപ്പോൾ വരുള്ളൂ എന്ന് അവർ പറയുന്നുണ്ട്. ഒറിജിനൽ ഡസ്റ്റർ ശരിക്കും പറഞ്ഞാൽ വളരെ ഹോട്ടായിട്ടുള്ളൊരു കാറായിരുന്നു, കത്തുപിടിക്കണമെന്ന് വെച്ചിട്ടല്ല. ഇറ്റ് സോൾഡ് റിയലി വെൽ. അതിൻ്റെ ഇനീഷ്യൽ ഇയേഴ്സിൽ ശരിക്കും പറഞ്ഞാൽ സെഗ്മെൻ്റ് ഒന്ന് കിക്ക് സ്റ്റാർട്ട് ചെയ്യാനും കൂടി ഹെൽപ്പ് ചെയ്തൊരു വണ്ടിയാണ്. പക്ഷേ അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ഡീസൽ എഞ്ചിനായിരുന്നു. ആ ഒരു 1.5 K9K എന്ന് പറയുന്ന ആ ഒരു എഞ്ചിൻ. അത് നമുക്കിപ്പോൾ ഈ ഒരു ജനറേഷനിൽ കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഓൾ വീൽ ഡ്രൈവ് നമുക്ക് കിട്ടുന്നില്ല. ഡീസലിന് പകരം അവരൊരു ഹൈബ്രിഡ് വേർഷൻ ലോഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് തുടക്കത്തിൽ ലോഞ്ച് ചെയ്തില്ല. സോ ദാറ്റ് ഈസ് ആക്ച്വലി നോട്ട് എ ഗുഡ് ഐഡിയ. കാരണം വണ്ടിയുടെ കുറേ സെയിൽസ് അതുമേലേക്ക് പോകേണ്ടതായിരുന്നു, വിച്ച് ദേ കുഡ് നോട്ട് ക്യാപിറ്റലൈസ്. അപ്പോൾ കാരണം ഡസ്റ്ററിൻ്റെ ഒറിജിനലി റെനോ എക്സ്പെക്ട് ചെയ്ത നമ്പേഴ്സ് ഒന്നും ഈ വണ്ടി സെല്ല് ചെയ്യുന്നില്ല. ഇപ്പോൾ മന്ത്ലി സെയിൽസ് ഒക്കെ ഒരു 1500-2500 ഇടയിലൊക്കെ ഉള്ളൂ, വിച്ച് ഈസ് നോവർ ക്ലോസ് ടു വാട്ട് റെനോ വാണ്ടഡ് ടു സെൽ വെൻ ദേ ലോഞ്ച് ദിസ് കാർ. എന്തായാലും ഇതിൻ്റെ എക്സ്റ്റീരിയർ സ്റ്റൈലിംഗ് നമുക്ക് പറയാം. പുറത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ SUV കൾ പോലെ വളരെ മോഡേൺ ആവാൻ ശ്രമിച്ചിട്ടില്ല. അന്ന് ആവശ്യത്തിനുള്ള മോഡേൺ ടച്ചസ് ഒക്കെ ഉണ്ട്. ആ ഒരു ഓൾഡ് സ്കൂൾ ഷേപ്പും ആ ഒരു ചാമൊക്കെ അതുപോലെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ദിസ് ലുക്സ് ലൈക്ക് എ പ്രോപ്പർ SUV. ഇപ്പോഴത്തെ വണ്ടികളൊക്കെ ഭയങ്കര ക്രോസ് ഓവർ ആയിട്ട് തോന്നുന്നിടത്ത് ഇത് കുറച്ചും കൂടിയും SUV-ish ആണ്. ഇതിൻ്റെ ഈ ഒരു പ്രൊപ്പോർഷൻസ് ഒക്കെ കാരണം അപ്രൈറ്റ് ആയിട്ടുള്ള ബോണറ്റും ഒരു നല്ല ചങ്കി പ്രൊപ്പോർഷൻസും സൈസ് കൊണ്ട് ഇത് നല്ലൊരു പ്രസൻസ് ഉണ്ട്. റോഡിൽ കാണുന്ന സമയത്ത് തന്നെ ഇറ്റ് ലുക്സ് മാസീവ്. നമ്മളിപ്പോൾ എതിരൊരു ഡസ്റ്റർ ഓടി വരുന്ന സമയത്ത് ഇറ്റ് ലുക്സ് സ്ലൈറ്റ്ലി ബിഗർ ദാൻ ദ കാർസ് ഇൻ ഇറ്റ് സെഗ്മെന്റ്. സീറയുടെ അത്രയും വലിപ്പമില്ല, പക്ഷേ കുറച്ചും കൂടി ഒരു ബുച്ച് സ്റ്റാൻസ് ഒക്കെ ഉണ്ട്. ഫ്രണ്ടിൽ നമുക്ക് റെനോ ലോഗോ ഒന്നുമില്ല. ഇറ്റ് ഹാസ് ഡസ്റ്റർ റിട്ടൺ ഇൻ ബിഗ് ബ്ലോക്ക് ലെറ്റേഴ്സ്. പുറത്ത് ഇതിൻ്റെ റെനോ വേർഷൻ ഉണ്ട്, ഡാച്ചിയ വേർഷൻ DC എന്നുള്ള ഒരു ലോഗോ വെച്ചിട്ടുള്ള ആ ഒരു വേർഷൻ ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ റെനോ തോട്ട് ദാറ്റ് ഓക്കെ ഡസ്റ്റർ എന്നുള്ളത് അത്യാവശ്യം റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ബ്രാൻഡാണ്. സോ വി വിൽ ഹാവ് ദാറ്റ് ഒരു ബ്ലോക്ക് ലെറ്ററിൽ ഡസ്റ്റർ എന്ന് വലുതാക്കി എഴുതാമെന്നുള്ള അവർ വിചാരിച്ചു. ഹെഡ്ലൈറ്റ്സ് ഡിഫറൻ്റ് ആണ് ഇൻ്റർനാഷണൽ സ്പെക്കിന് വെച്ച് നോക്കുമ്പോൾ. അതുപോലെ തന്നെ ബമ്പർ കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. നമുക്ക് ആ ഒരു സ്കിഡ് പ്ലേറ്റ് തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് എയർഡാമായിട്ടുള്ള ആ ഒരു ടൈപ്പ് ഒരു വലിയൊരു ബമ്പറാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ രണ്ട് വശത്തുള്ള വെൻസ് നമുക്ക് കുറച്ചൊന്ന് എഡ്ജസ് റൗണ്ട് ചെയ്ത പോലെയാണ്. ഇൻ്റർനാഷണൽ വേർഷനിൽ അത് കറക്റ്റ് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പാണ്. അതിൻ്റെ താഴെ നമുക്ക് ഫോഗ് ലാംപ്സ് ഒക്കെ കാണാൻ പറ്റും. സൈഡിലേക്ക് വന്നു കഴിഞ്ഞാലും നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള വീൽ ആർച്ചസ് ആണ്. വീൽ ആർച്ചസ് കുറച്ചും കൂടി ഒരു ഹെക്സഗണൽ ഷേപ്പാണ്. അതിൽ നമുക്കൊരു 5 സ്പോക്ക് 18-inch വീൽസ് കാണാൻ പറ്റും. അതിന് ഈ ഒരു ഐക്കോണിക് എന്ന് പറയുന്ന ഈ ഒരു ലോഞ്ച് എഡീഷൻ്റെ കൂടെ ആ ഒരു വീൽസിന് ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷാണ്. മറ്റ് വേർഷൻസിനൊക്കെ നമുക്ക് അതിനൊരു പോളിഷ്ഡ് ആയിട്ടുള്ളൊരു ഫേസും കൂടി നമുക്ക് കാണാൻ പറ്റും. സോ ഇറ്റ് ഷോസ് ദ ഡിസൈൻ എ ലിറ്റിൽ ബിറ്റ് ബെറ്റർ. ഈ ഒരു ഐക്കോണിക് എന്ന് പറയുന്ന ട്രിമ്മിൻ്റെ ഭാഗമായിട്ടാണ് ഇതിന് കുറേ ഫ്ലൂറസെൻറ്റ് ഗ്രീനിലുള്ള പല സ്ട്രൈപ്സും ഡീറ്റെയിൽസൊക്കെ കുറേ സ്ഥലത്ത് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഡോറുമ്പോൾ നമുക്കൊരു പ്ലാക്ക് കാണാൻ പറ്റും, ഐക്കോണിക് എഴുതിയിട്ടുള്ള ഒരു മൗണ്ടൻ്റെ ഔട്ട്ലൈനൊക്കെ ആയിട്ടുള്ളത്. ആ ഒരു പ്ലാക്കിൻ്റെ അടിയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോലത്തെ ഒരു പ്ലാസ്റ്റിക് ട്രിം ഇൻ്റർനാഷണൽ വേർഷൻസിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ വേർഷനിൽ അവരത് ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കിലേക്ക് ആണെങ്കിലും യു വിൽ ഫൈൻഡ് ദ ഫെൻഡേഴ്സ് ആർ റിയലി വൈഡ് ബോഡി എന്ന് കുറച്ചൊന്ന് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന പോലെയാണ് എന്നും ഡസ്റ്ററിൻ്റെ ആ ഒരു ഫെൻഡേഴ്സ് ഉണ്ടായിട്ടുള്ളത്. ദാറ്റ് ഹാസ് ബീൻ കെപ്റ്റ് ഇൻ ദിസ് ജനറേഷൻ ഓൾസോ. ടെയിൽ ലാംപ്സിൻ്റെ ഇടയിൽ ഒരു കണക്റ്റിംഗ് സ്ട്രിപ്പ് ഉണ്ട്. അത് ഇന്ത്യൻ വേർഷന് മാത്രം യൂണീക്കാണ്. ഐ തിങ്ക് ഇൻ്റർനാഷണൽ വേർഷൻസിനൊക്കെ ആ ഒരു ഔട്ടർ എഡ്ജസ് മാത്രമേ ഉള്ളൂ, ഈ ഒരു കണക്റ്റിംഗ് ബിറ്റ് ഇല്ല. ഉള്ളിലേക്ക് വരികയാണെങ്കിൽ ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് സ്റ്റോറി. പഴയ ഡസ്റ്ററായിട്ട് യാതൊരു ബന്ധവുമില്ല. ഉള്ളിൽ വരുമ്പോൾ നമുക്ക് പണ്ടത്തെ ഡസ്റ്ററിൻ്റെ ഏറ്റവും വലിയൊരു കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് ഇൻറ്റീരിയർ ക്വാളിറ്റി അത്ര അടിപൊളിയായിരുന്നില്ല എന്നുള്ളതാണ്. വളരെ ബേസിക് പ്ലാസ്റ്റിക്സ് ഒക്കെ ആയിരുന്നു. ഈ ഒരു വണ്ടിയിൽ ഓൾ ദ ടച്ച് സർഫസസ് ഹാവ് ബീൻ ഇംപ്രൂവ്ഡ് മാസീവ്ലി. ഇൻറ്റീരിയർ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ പുതിയ റെനോളിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഡാഷ്ബോർഡാണ്. സെൻറ്റർ പാർട്ട് കുറച്ച് ഡ്രൈവർക്ക് ആംഗിൾഡ് ആണ്. ട്വിൻ സ്ക്രീൻ ആ ഒരു സെറ്റപ്പിന് തന്നെയാണ് ഫോക്കസ് കൊടുത്തത്. പക്ഷേ ഡ്രൈവർ ഇൻഫോർമേഷൻ ഡിസ്പ്ലേ വളരെ റിസർച്ച്ഡ് ആയിട്ടാണ്. ഇതിൻ്റെ സ്റ്റാർട്ടപ്പ് സീക്വൻസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഡ്രൈവർ ഡിസ്പ്ലേ കുറച്ചും കൂടി വലുതാണ്, 10.25 ഇഞ്ചാണ്, കുറേ കൂടി വൈഡ് ഫോർമാറ്റ് ആണ്. വേറെ ദിസ് ഇസ് എ 10.1 ഇഞ്ച് സ്ക്രീൻ. ഈ ഒരു വണ്ടിയുടെ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജിൽ തന്നെ ഗൂഗിളിൽ ഇതിന് നല്ല ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. സോ ദേ ഹാവ് ഇൻറ്റഗ്രേറ്റഡ് ഓൾ ദ ഇലക്ട്രോണിക്സ് ഇൻ ടു ദെയർ ഓൺ സിസ്റ്റം. അപ്പോൾ കാരണം ഗൂഗിൾ അസിസ്റ്റൻറ്റും ഗൂഗിളിൻ്റെ നാവിഗേഷനും അതുപോലെ തന്നെ പ്ലേ സ്റ്റോറും അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ ബിൽറ്റ് ഇൻ ആയിട്ട് വരുന്നുണ്ട്. ഇറ്റ് ഓൾസോ ഹാസ് എ സിം കാർഡ്. അപ്പോൾ കാരണം നമ്മൾ ഫോണൊന്നും കണക്ട് ചെയ്തില്ലെങ്കിൽ യു വിൽ ഗെറ്റ് ഓൾ ദ ഗൂഗിൾ സർവീസസ് ഇൻ ദിസ് കാർ. സ്ക്രീനിൻ്റെ ക്ലാരിറ്റി ഒക്കെ വളരെ നല്ലതാണ്. രണ്ട് സ്ക്രീനും വളരെ അടിപൊളിയാണ്. ദിസ് ഈസ് എസ്പെഷ്യലി ഗുഡ്. ഇതിൽ തന്നെ നമുക്ക് പല ലേ ഔട്ട്സ് ഒക്കെ പറ്റും. നമുക്ക് മാപ്പ് മാത്രം മിഡിൽ കാണിക്കണ പോലെ ആക്കാം, ഡ്രൈവിംഗ് ഇൻഫർമേഷൻ അപ്പുറത്തും കാണിക്കണ പോലെ ആക്കാം. ദാറ്റ്സ് എ റിയലി ഗുഡ് ഡിസ്പ്ലേ. ഈ ഒരു സ്ക്രീൻ അത്ര അടിപൊളിയൊന്നുമല്ല. ഇതിൻ്റെ പല ഫംഗ്ഷനാലിറ്റിയും ഒരു മെനുവിൻ്റെ അകത്തൊക്കെയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര ലോജിക്കലി ലെയ്ഡ് ഔട്ട് അല്ല. അപ്പോൾ കാരണം കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. ഇതിൻ്റെ സൈഡിലുള്ള മെനു ഒക്കെ സ്റ്റാറ്റിക് ആണ്. ആൻഡ് ഓൾസോ താഴെ കുറേ ഭാഗം ക്ലൈമറ്റ് കൺട്രോളിൻ്റെയും പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എഫക്റ്റീവ് റിയൽ എസ്റ്റേറ്റ് നമുക്ക് ആ സ്ക്രീനിൻ്റെ വളരെ മിനിമലായിട്ടേ നമുക്ക് തോന്നുള്ളൂ. അതുപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറയൊക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ ക്വാളിറ്റി ഒന്നും ഭയങ്കര സംഭവമൊന്നുമല്ല. അതുപോലെ തന്നെ ഒരു 6 സ്പീക്കർ ആർക്കിമിസ്റ്റ് ഓഡിയോ സിസ്റ്റമാണ്. ഫീൽസ് റിയലി ആവറേജ്. അതിൻ്റെ താഴെ നമുക്ക് AC വെൻസ് ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് HVAC കൺട്രോൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷിലാണ്. ബട്ടൺസ് ഒക്കെ ടോഗിൾ ബട്ടൺസ് ആണ്. റിയലി ഈസി ടു ഓപ്പറേറ്റ്. ഡ്യുവൽ സോൺ AC ആണ്.
ഓവറോൾ ഡാഷ്ബോർഡ് കാണാൻ നല്ല ഭംഗിയാണ്. കുറച്ച് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, പക്ഷേ ഇറ്റ്സ് പ്രെറ്റി ഡീസൻറ്റ്. ഡോർ പാഡ്സ് അത്ര സോളിഡ് അല്ല, ചെറിയൊരു ഫ്ലെക്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇവിടെയൊക്കെ ചെറിയൊരു മൂവ്മെൻറ്റ്, ഒരു ഗിവ് ഒക്കെ കാണാൻ പറ്റും. പക്ഷെ എന്നാലും ഹാൻഡിലും അങ്ങനെ പിടിക്കുന്ന ഭാഗങ്ങളൊക്കെ നല്ല സ്ട്രോങ് ആണ്. ഡാഷ്ബോർഡിലും ഡോർ പാഡിലും ഈ ഒരു സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ഈ ഒരു ഒലിവ് ഗ്രീൻ്റെ ആ ഒരു പാറ്റേൺ വിത്ത് നിയോൺ കോൺട്രാസ്റ്റ് സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. സീറ്റ്സും ഏതാണ്ട് അതേ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയാണ്. സീറ്റ്സ് ആർ റിയലി കംഫർട്ടബിൾ. സൈഡ് ബോൾസ്റ്ററിംഗ് ഒക്കെ വളരെ നല്ലതാണ്. ഹെഡ് റെസ്റ്റിൻ്റെ ആംഗിളും എല്ലാം പെർഫെക്റ്റ് ആണ്. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണ്. വെന്റിലേഷൻ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ടാറ്റയിലൊക്കെ കൊടുക്കണ പോലെ ആ ഒരു എഡ്ജിൽ ഒരു ബട്ടണായിട്ടാണ് അത് കൊടുത്തേക്കുന്നത്. ഗിയർ സെലക്ടർ ഈ ഒരു ടോഗിൾ ബട്ടൺസ് ഒക്കെ പോലെ തന്നെ ചെറിയൊരു സ്റ്റബി ലിവറാണ്. കാണാൻ നല്ല രസമുണ്ട്. ഓപ്പറേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അതിൽ പക്ഷേ ഡ്രൈവും റിവേഴ്സും ന്യൂട്രലും മാത്രമേ ഉള്ളൂ. പാർക്ക് ഇപ്പുറത്ത് സെപ്പറേറ്റ് ഒരു ബട്ടണായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതിലൊരു കപ്പ് ഹോൾഡറിന് വേണ്ടിയിട്ടൊരു ചെറിയൊരു ഡിവൈഡർ സെക്ഷൻ കൂടിയും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ ഇവിടെ ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് മാനുവലിൽ അത് സ്ലൈഡബിൾ ആണ്. ഈ ഒരു വണ്ടിയിൽ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് അത് സ്ലൈഡ് ചെയ്യാൻ പറ്റില്ല. ബാക്ക് സീറ്റും ഒരുവിധം സ്പേഷ്യസ് ഒക്കെയാണ്. കുറച്ചൊരു അണ്ടർ തൈ സപ്പോർട്ട് കുറവുണ്ട്. അതുപോലെ തന്നെ ഈ സീറ്റിൽ വളരെ ടോളായിട്ടുള്ളൊരു പാസഞ്ചർ ആയിരിക്കണമെങ്കിൽ കുറച്ചൊരു ലെഗ് റൂം സഫർ ചെയ്യണ പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. നമുക്ക് ഒരു കിയ സെൽറ്റോസിലൊക്കെ ഉള്ള പോലെ കുറേയധികം ലെഗ് റൂം ഒന്നും തോന്നുന്നില്ല. പക്ഷേ ഇറ്റ്സ് ഓക്കെ. ഒരു റീസണബിളി സൈസ്ഡ് ആൾക്കാർക്കൊക്കെ ഒരുവിധം സ്പേസ് വലിയ കുഴപ്പമില്ല. ബാക്ക് സീറ്റ് പാസഞ്ചേഴ്സിന് ഇതിൻ്റെ ബാക്കിലായിട്ട് AC വെൻസും അതുപോലെ തന്നെ USB പോർട്ട്സും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിഡിലിൽ ചെറിയൊരു ട്രാൻസ്മിഷൻ്റെ ഒരു ഹമ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മിഡിൽ പാസഞ്ചർക്ക് അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. ബൂട്ട് ഇസ് റിയലി ബിഗ്. നമുക്ക് 518 ലിറ്റേഴ്സ് ബൂട്ട് സ്പേസ് കിട്ടുന്നുണ്ട്. ഒരു പാർസൽ ട്രേ വരെ ലോഡ് ചെയ്യുന്ന ആ ഒരു ഇതാണ് പറയുന്നത്. ആ ബൂട്ട് കുറച്ചുകൂടി ചെറുതാക്കിയിട്ട് ബാക്ക് സീറ്റ് ഇത്രയും കൂടി ഇറക്കി വെച്ചിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ എ ലോട്ട് ബെറ്റർ. നമുക്ക് ഇതിൻ്റെ എഞ്ചിൻസിലേക്ക് വരാം. ബേസിക് എഞ്ചിൻ എന്ന് പറയുന്ന ഒരു 1 ലിറ്റർ 3 സിലിണ്ടർ ആണ്. നമ്മുടെ മാഗ്നൈറ്റിലുള്ള എഞ്ചിൻ 100 bhp 160 Nm ടോർക്കുള്ള ആ ഒരു എഞ്ചിൻ. അത് മാനുവലിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. 6 സ്പീഡ് മാനുവലാണ്. രണ്ടാമത്തെ എഞ്ചിൻ ഈ ഒരു 1.3 ലിറ്റർ 4 സിലിണ്ടർ ടർബോ ചാർജർ എഞ്ചിനാണ്. മെഴ്സിഡീസ് GLAയിലുള്ള എഞ്ചിനാണെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ 1/3 വിലയ്ക്കാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു എഞ്ചിൻ 160 bhp 280 Nm ടോർക്കും ഉണ്ടാക്കുന്നുണ്ട്. റെനോ ഒരു വണ്ടികളെ T100 എന്നും T160 എന്നാണ് വിളിക്കുന്നത് അതിൻ്റെ BHP നമ്പർ വെച്ചിട്ട്. വേറെ നിസാൻ അവരുടെ വണ്ടികളെ T160 എന്നും T280 എന്നാണ് വിളിക്കുന്നത് അതിൻ്റെ ടോർക്ക് നമ്പേഴ്സ് വെച്ചിട്ട്. കുറച്ചുകൂടി വലിയ നമ്പേഴ്സ് ആകുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ സൗണ്ടിങ് ആയിരിക്കും എന്നുള്ള ആ ഒരു ലോജിക്കിൽ. ഈ എഞ്ചിൻ ശരിക്കും പറഞ്ഞാൽ റെനോയും ഡെയിംലറും കൂടിയും കോ ഡെവലപ്പ് ചെയ്താണ്. മെഴ്സിഡീസ് അവരുടെ ചെറിയ വണ്ടികൾക്ക് യൂസ് ചെയ്യുന്നു. റെനോ അവരുടെ മെയിൻ സ്ട്രീം മിക്കവാറും വണ്ടികൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. HR13 DDT എന്നാണ് DDT ഉറുമിനെ കിട്ടുന്ന ആ ഒരു പേരാണ് ഈ ഒരു എഞ്ചിന് അവർ യൂസ് ചെയ്യുന്നത്. വേറെ മെഴ്സിഡീസ് കോൾസ് ഇറ്റ് ദ M282. മെഴ്സിഡീസിലുള്ള ഡിഫറൻസ് അവരുടെ വണ്ടിക്ക് സിലിണ്ടർ ഡീആക്ടിവേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹെഡിൻ്റെ ഡിസൈൻ കുറച്ച് ഡിഫറൻ്റ് ആണ്. ബട്ട് ഇറ്റ്സ് മോർ ഓർ ലെസ് ദ സെയിം. പഴയ ഡസ്റ്ററിൽ നമുക്ക് ഈ ഒരു എഞ്ചിൻ അതിൻ്റെ ലാസ്റ്റ് പോയിന്റിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു 1.3 ടർബോ CVT ആയിട്ട് പെയർ ചെയ്തിട്ടാണ് കിട്ടിയിരുന്നത്. ഒരുവിധം നല്ല ഹൈടെക് എഞ്ചിനാണ്. 16 വാൽവ് ആണ്, DOHC ആണ്, വേരിയബിൾ വാൽവ് ടൈമിംഗ് ഉണ്ട്, ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആണ്. അതുപോലെ തന്നെ GTRലുള്ള പോലെ ഒരു ബോർ സ്പ്രേ കോട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വേരിയബിൾ റേറ്റ് ഓയിൽ പമ്പാണ്. അതായത് റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് ഓയിലിൻ്റെ പമ്പിങ് വേരി ചെയ്യും. അങ്ങനെ ലോസസ് കുറയ്ക്കുന്ന അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈഫ് ടൈം ചെയിനാണ്. അപ്പോൾ അതുകൊണ്ട് ടൈമിംഗ് ചെയിനൊന്നും മാറേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു ഫെയർലി ഹൈടെക് ആയിട്ടുള്ള എഞ്ചിനാണ്. 160 bhpയുടെ ജസ്റ്റ് മുകളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് 280 Nm ടോർക്ക് എന്ന് പറയുന്ന ഈ സെഗ്മെൻറ്റിലെ വൺ ഓഫ് ദ ഹയസ്റ്റ് ടോർക്ക് ഫിഗേഴ്സ് ആണ്. ഇതിൻ്റെ എഞ്ചിൻ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. വയേഴ്സൊക്കെ എക്സ്പോസ്ഡ് ആണ്. എഞ്ചിൻ കവറൊന്നും പ്രോപ്പർ അല്ല. പക്ഷേ ലുക്കിലല്ല വർക്കിലാണ് കാര്യം എന്നാണ് റെനോ പറയുന്നത്. ജസ്റ്റ് നമുക്ക് കഴിഞ്ഞ ജനറേഷൻ ഒരു CVTയുടെ കൂടെ പെയർ ചെയ്തിട്ടാണ് നമുക്ക് കിട്ടിയത്. വേറെ ദിസ് ടൈം യു ആർ ഗെറ്റിംഗ് 6 സ്പീഡ് DCT. ഇവരുടെ EDC എന്ന് പറയുന്ന 2010 നോട്ട് റെനോൻ്റെ പല വണ്ടികളും കണ്ടിട്ടുള്ള ആ ഒരു ട്രാൻസ്മിഷനാണ്. എഫിഷ്യൻറ്റ് ഡ്യുവൽ ക്ലച്ച് എന്നാണ് അവർ വിളിക്കുന്നത്. ഗെട്രാഗ് ആണ് ഇതിൻ്റെ സപ്ലയർ. ആൻഡ് ഇറ്റ്സ് എ ഫെയർലി ഡീസൻറ്റ് ഗിയർ ബോക്സ്. വെറ്റ് ക്ലച്ച് ആണ്. നമുക്ക് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ചെറിയ ട്രാഫിക്കിലൊക്കെ ഇപ്പോൾ പറഞ്ഞ പോലെ ക്രോളൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ക്ലച്ച് ഒരു ഓയിലായതുകൊണ്ട് അത്രയും സാധാരണ ഡ്രൈ ക്ലച്ച് പോലെ ചൂടാവില്ല. കുറേ കൂടി ലൈഫ് കിട്ടും എന്നുള്ളതാണ്. ഗിയർ ബോക്സ് ഒരു ഓൾമോസ്റ്റ് ഒരു ടോർക്ക് കൺവേർട്ടർ പോലത്തെ ഒരു ക്യാരക്ടർ ഉണ്ട്. അതിന് കുറച്ചൊന്ന് ഒരു ടോർക്ക് ബിൽഡപ്പോടുകൂടിയാണ് അത് മൂവ് ചെയ്യണത്. എൻഗേജ്മെൻ്റ് ഒക്കെ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്. ഒരു ചെറിയൊരു ഡിലേ ഉണ്ട് ഗിയർ ബോക്സ് ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പലപ്പോഴും നമുക്ക് ആ ഒരു ഫോക്സ് വാഗൻ ലെവൽ ഓഫ് ഒരു ക്വിക്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ചെറിയൊരു ഡിലേ കഴിഞ്ഞിട്ടാണ് അത് അപ്പ് ഷിഫ്റ്റ് ആണെങ്കിലും ഡൗൺ ഷിഫ്റ്റ് ആണെങ്കിലൊക്കെ നമുക്ക് ഈ പാഡിൽസ് ലോങ് ആയിട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഗോ ഇൻ ടു മാനുവൽ മോഡ്. അന്നേരം ഒരു 6000 RPM വരെയൊക്കെ റെവ് ചെയ്തിട്ടേ ഇത് ഷിഫ്റ്റ് ചെയ്യുള്ളൂ. എഞ്ചിന് ചെറിയൊരു ലാഗ് ഉണ്ട്. ഒരു 2000 RPM കഴിഞ്ഞിട്ടൊക്കെ പവർ ശരിക്കും വരുന്നുള്ളൂ. അപ്പോൾ കാരണം മാനുവലൊക്കെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കൂടുതൽ ഗിയർ ഷിഫ്റ്റ്സ് ഒക്കെ വേണ്ടി വരും. അതുപോലെ തന്നെ സ്റ്റോൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, എഞ്ചിൻ ഓഫായി പോകാനുള്ള ടെൻഡൻസി ഒക്കെ ചിലപ്പോൾ മാനുവലിൽ കൂടുതലായിരിക്കും. ഈ ഒരു ഓട്ടോമാറ്റിക്കലി DCT ആയതുകൊണ്ട് നമ്മൾ അറിയണില്ല. പവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് സ്റ്റേസ് ഓൺ ടിൽ അബൌട്ട് ഒരു 5000 RPM വരെയൊക്കെ ആ ഒരു പവർ സ്ട്രോങ് ആയിട്ട് തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. 6000 RPM വരെയൊക്കെ പുള്ള് ചെയ്യും. മാനുവലിൽ ഒരു 6300 RPM വരെയൊക്കെ പുള്ള് ചെയ്യുന്നുണ്ട്. വിച്ച് ഈസ് റിയലി ഗുഡ് ഫോർ എ ടർബോ ചാർജർ എഞ്ചിൻ.
എഞ്ചിൻ്റെ സൗണ്ടും ഒരുവിധം ഡീസൻ്റ് ആണ്. പല റിവ്യൂസിലൊക്കെ അവർ ടർബോൻ്റെ സ്മൂള് കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കിതിൽ കേൾക്കാൻ പറ്റുന്നില്ല. ഈ വണ്ടി ഭയങ്കര സൈലൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. റിഫൈൻമെൻറ്റ് ഈസ് ഓൾസോ റിയലി ഗുഡ്. നമുക്ക് ഈ ഒരു വണ്ടിയിൽ എഞ്ചിൻ അത്ര ഓഡിബിൾ ഒന്നുമല്ല. ക്യാബിൻ്റെ അകത്തൊക്കെ ഒരുവിധം സൗണ്ട് ഇൻസുലേഷനൊക്കെ വളരെ നല്ലതാണ്. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും ടോർക്ക് ഫിഗേഴ്സ് ഉള്ള വണ്ടി ഇതാണ്. ആൻഡ് യു ക്യാൻ ഫീൽ ദാറ്റ് നമ്മൾ ആക്സിലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടോർക്കിൻ്റെ ബിൽഡപ്പ് ഒക്കെ വളരെ നല്ലതാണ്. യു ക്യാൻ മേക്ക് ഗുഡ് പ്രോഗ്രസ്. നമുക്ക് റോഡ് ഓപ്പൺ ആവുന്ന സമയത്തൊക്കെ ഇറ്റ്സ് പ്ലെൻറ്റി ഫാസ്റ്റ്. ഒരു ടൈഗൺ 1.5 അല്ലെങ്കിൽ ഒരു ക്രെറ്റ സെൽറ്റോസ് 1.5 ഒന്നും അത്രയും ഇമ്മീഡിയസി നമുക്ക് തോന്നണില്ല. എഞ്ചിൻ കപ്പാസിറ്റി കുറവ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ വൺസ് ഇറ്റ്സ് ഇൻ ദ റൈറ്റ് ഗിയർ ആൻഡ് വൺസ് ദ ടർബോ ഇസ് കൂളിംഗ്, യു ക്യാൻ മേക്ക് ഗുഡ് പ്രോഗ്രസ് വിത്ത് ദിസ് കാർ. 0 to 100 10.4 സെക്കൻഡ്സിൻ്റെ അടുത്താണ് എടുക്കുന്നത്. മാനുവലി ഐ തിങ്ക് ഓട്ടോ കാറിൻ്റെ ഒക്കെ ടെസ്റ്റിൽ 10.8 സെക്കൻഡ്സ് എടുക്കണം. അപ്പോൾ ഐ തിങ്ക് DCT ഈസ് ഫാസ്റ്റർ ഇൻ ദിസ് കേസ്. സെൻറ്റർ പാർട്ടിൽ സ്റ്റിയറിംഗിന് കുറച്ചൊരു സ്ലാക്നെസ് ഉണ്ട്. ഒരു 10-15 ഡിഗ്രീസ് ഓഫ് മൂവ്മെൻറ്റിലൊന്നും നമുക്ക് വണ്ടിക്ക് വലിയ കാര്യമായിട്ടുള്ളൊരു റിയാക്ഷൻ ഒന്നും കാണില്ല. ദാറ്റ്സ് വാട്ട് ഗിവ്സ് ഇറ്റ് എ ഗുഡ് ഹൈവേ സ്ട്രേറ്റ് ലൈൻ സ്റ്റെബിലിറ്റി. ഹൈ സ്പീഡിലൊക്കെ പോകുന്ന സമയത്തൊക്കെ നല്ല സ്റ്റേബിൾ ആണ്. പക്ഷേ ആഫ്റ്റർ ദാറ്റ് ഇറ്റ് സ്റ്റാർട്ട്സ് റെസ്പോണ്ടിങ്. ആ ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വളരെ ഷാർപ്പാണ്. ഒരു റെഫറൻസിന് ഇപ്പോൾ ഒരു ടൈഗുണ്ടൊക്കെ സ്റ്റിയറിംഗ് ആണെങ്കിൽ സെൻറ്ററിൽ നിന്ന് ജസ്റ്റ് ഡീവിയേറ്റ് ചെയ്യുമ്പോൾ പോലും നമുക്കതൊരു നല്ല റെസ്പോൺസ് തോന്നും. ദിസ് ഫീൽസ് സ്ലോ അറ്റ് ഫസ്റ്റ്, പക്ഷേ ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഫീൽസ് റിയലി ഗുഡ്. ഓക്കെ, നമുക്ക് കുറച്ച് വൈൻഡിങ് റോഡ്സിലേക്ക് ചെല്ലാം, where you can really push this car. സോ കുറേ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇസ് ഇറ്റ് ഫൺ ടു ഡ്രൈവ് എന്നുള്ളത് കണ്ടുപിടിക്കണം എന്നുള്ളത്. സോ വി ഹാവ് കം ടു എ റോഡ് വെർ ഐ യൂഷ്വലി ഗെറ്റ് ടു ഡ്രൈവ് എ ലിറ്റിൽ ബിറ്റ് ഫാസ്റ്റ്. കുറച്ചൊരു റാലി സ്റ്റേജ് പോലെയാണ്. ബട്ട് ദെൻ അഗെയിൻ ദിസ് ഇസ് സോർട്ട് ഓഫ് ലൈക്ക് എ റാലി കാർ. ബ്രേക്സ് ആർ റിയലി ഗുഡ്. സ്റ്റിയറിംഗ് ടേണിനൊക്കെ വളരെ നല്ലതാണ്. വണ്ടിയുടെ ഒരു കോർണറിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യണമൊക്കെ വളരെ നല്ലതാണ്. ഗ്രിപ്പ് ലെവൽസ് ആർ റിയലി ഗുഡ്. ആക്ച്വലി സ്റ്റിയറിംഗിൻ്റെ ഫീഡ്ബാക്കും വളരെ നന്നായിട്ടുണ്ട്. ലൈക്ക് നമുക്ക് കറക്റ്റായിട്ട് റോഡ് സർഫസിൽ എവിടെയാണ് ഗ്രിപ്പ് പോകുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി തരുന്നുണ്ട്. സ്റ്റിയറിംഗ് സെൻറ്റർ പോയിന്റിൽ ഇത്തിരി കൂടി ഷാർപ്പായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പക്ഷേ ഫീഡ്ബാക്ക് വെച്ചിട്ട് അത് കുറേയൊക്കെ മേക്കപ്പ് ചെയ്യുന്നുണ്ട്. സ്റ്റെബിലിറ്റി ഈസ് ടോപ്പ് നോച്ച്. പഴയ ഡസ്റ്ററിനേലും ഫാർ സുപ്പീരിയർ ആണ്. ഇതുപോലെ മിഡ് കോർണർ ബംസ് ഒക്കെ ഉണ്ടെങ്കിലും അങ്ങനെ അപ്സെറ്റ് ആവുന്നില്ല. ബ്രേക്സ് ആർ സ്ട്രോങ്. ഒരു ഇച്ചിരി അഗ്രസീവ് ആണ് ABS ചില സമയത്ത്. പക്ഷെ അത് മേ ബി റോഡ് സർഫസ് ഇത്തിരി വെറ്റാണ്. ടയറിൻ്റെ ഗ്രിപ്പൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. യു ക്യാൻ ഹിയർ ദ ബ്രേക്സ് ഗ്രാബിങ് എ ലിറ്റിൽ ബിറ്റ് ദെയർ. പഴയ ഡസ്റ്ററിനേലും ഫാർ സുപ്പീരിയർ ആണ് ഈ ഒരു ഡൈനാമിക് ഫ്രണ്ടിൽ. റൈഡ് ക്വാളിറ്റി പഴയ ഡസ്റ്ററിനെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി ഒരു സ്റ്റെപ്പ് ഡൗൺ ആണ്. നമ്മൾ പണ്ട് ആ ഡസ്റ്റർ ഇറങ്ങിയ സമയത്ത് അതൊരു ബെഞ്ച് മാർക്കായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഓൾ ദ കാഴ്സ് ആർ ലിറ്റിൽ ബിറ്റ് സ്റ്റിഫർ. ഇതിനൊരു ചെറിയൊരു ഫേംനെസ് ഉണ്ട്. ഇറ്റ്സ് നോട്ട് ആസ് കോസെറ്റിംഗ് ആസ് ദ ഓൾഡ് കാർ. ബട്ട് ദെൻ അഗെയിൻ ആ വണ്ടിക്ക് 16 ഇഞ്ച് വീൽസ് ഒക്കെ ആയിരുന്നു. ദിസ് ഇസ് റൈഡിങ് ഓൺ 18 ഇഞ്ചസ്. ആൻഡ് ഇപ്പോഴത്തെ വണ്ടികൾക്കൊക്കെ കുറച്ചൊരു ഇതുപോലത്തെ ഒരു ബാലൻസ് ആണ് വരുന്നത്. ബാഡ് സെക്ഷൻ ഉണ്ട് ഇവിടെ, ജമ്പ് ചെയ്ത് നോക്കാം. ഓ മൈ ഗോഡ്. ഈവൻ ഇഫ് ഒരു വീൽ എയറിലാണെങ്കിലും ഇറ്റ് റിയലി ഗിവ്സ് യു കോൺഫിഡൻസ്, റിയലി വാണ്ട്സ് യു ടു ഡ്രൈവ് ഫാസ്റ്റ്. ഒരു റാലി കാർ DNA നമുക്ക് ഈ ഒരു വണ്ടിയിൽ ഫീൽ ചെയ്യും. ദാറ്റ് ഈസ് ട്രൂ ഫോർ മോസ്റ്റ് ഡാച്ചിയ പ്രോഡക്ട്സ്. ആ ഒരു ലോഗൻ തൊട്ട് എല്ലാ വണ്ടികൾക്കും നമുക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഫോർ ഡിഡ് ദ സസ്പെൻഷൻ ആൻഡ് സ്റ്റിയറിംഗ് ഓൺ ദിസ് കാർ റിയലി ടോപ്പ് വർക്ക്. അപ്പോൾ അതൊക്കെയാണ് പുതിയ ഡസ്റ്ററിൻ്റെ പ്രത്യേകതകൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ എന്നുള്ളതും, നിങ്ങൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു വണ്ടി വാങ്ങിക്കുമോ അതോ ഇതിൻ്റെ കോമ്പറ്റീഷൻ ആയിട്ടുള്ള മറ്റേതേ വണ്ടിയാണോ കൺസിഡർ ചെയ്യുക എന്നുള്ളതൊക്കെ ഒന്ന് കമൻസിൽ അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.